السلام عليكم ورحمة الله. إن الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സൂറത്തു ത്വാഹയിലെ 97-ാമത്തെ ആയത്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചത്. 97-ാമത്തെ ആയത്തിൻ്റെ പകുതി ഭാഗമേ നമ്മൾ വിശദീകരിച്ചിട്ടുള്ളൂ. അതിൻ്റെ ബാക്കിയാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അഥവാ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സാമിരിയോട് പറയുന്ന വാചകമാണ്. അയാളാണ് ഈ പശുക്കുട്ടിയെ ഉണ്ടാക്കി ബനൂ ഇസ്രായേല്യരെ മുഴുവനും വഴിതെറ്റിച്ച് ശിർക്കിലേക്ക് കൊണ്ടുപോയ ആ വ്യക്തിയോട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ നാട് വിട്ടുപോകാനും മറ്റുള്ളവരുമായി കൊണ്ട് യാതൊരു ബന്ധം ഉണ്ടാകാൻ പാടില്ല, ആളുകൾ അയാളോടും ബന്ധമുണ്ടാകാൻ പാടില്ല, അയാൾക്ക് നാട്ടുകാരോടും ബന്ധമുണ്ടാകാൻ പാടില്ല എന്ന ഒരു നിബന്ധനയിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അയാളെ ശിക്ഷിക്കുകയാണ്. അതിനുശേഷമുള്ളതാണ് ഇൻഷാ അല്ലാഹ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. قال فاذهب فإن لك في الحياة أن تقول لا مساس قال فاذهب فإن لك في الحياة أن تقول لا مساس وإن لك موعدا لن تخلفه وإن لك موعدا لن تخلفه وانظر إلى إلهك الذي ظلت عليه عاكفا وانظر إلى إلهك الذي ظلت عليه عاكفا لنحرقنه ثم لننسفنه في اليم نسفا لنحرقنه ثم لننسفنه في اليم نسفا إنما إلهكم الله الذي لا إله إلا هو إنما إلهكم الله الذي لا إله إلا هو وسع كل شيء علما وسع كل شيء علما كذلك نقص عليك من أنباء ما قد سبق
كذلك نقص عليك من أنباء ما قد سبق وقد آتيناك من لدنا ذكرا وقد آتيناك من لدنا ذكرا من أعرض عنه فإنه يحمل يوم القيامة وزرا من أعرض عنه فإنه يحمل يوم القيامة وزرا അപ്പോൾ ഓതുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് കഴിഞ്ഞ ആയത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു ഖാല ഫദ്ഹബ്, അവിടെ ഹുറൂഫുൽ ഖൽഖലാണ്. ഫഇന്ന ലക, അവിടെ നൂനും മണിച്ചിട്ടാണ് ഓതേണ്ടത്. ഫഇന്ന ലക. അതുപോലെ തന്നെ ഫിൽ ഹയാത്തി അൻ തഖൂല ലാ മിസാസ്, അവിടെ ലാ മിസാസ് എന്നുള്ളത് കുറച്ച് നീട്ടേണ്ടതുണ്ട്, കൂടുതൽ നീട്ടേണ്ടതില്ല, ഒരു 4 ഖദർ നീട്ടണം. പിന്നെ വഇന്ന ലക മൗഇദൻ ലൻ തുഖ്ലഫ, അവിടെ മൗഇദൻ, അവിടെ തൻവീനുണ്ട്, തൻവീന് ശേഷം ലാമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ തൻവീനെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്തിട്ടുള്ള മൗഇദല്ല. പിന്നെ നൂനുസാക്കിനാണ് വരുന്നത്. നൂനുസാക്കിൻ്റെ ശേഷം ഇൽഹാറിൻ്റെ അക്ഷരമല്ല. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു ഇൽഹാറിൻ്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന്. ആർക്ക് ഓർമ്മ ഉണ്ടോ? നൂനുസാക്കിനക്ക് ശേഷം ഇൽഹാറിൻ്റെ അക്ഷരമല്ല വന്നിട്ടുള്ളത്, ത ആണ്. ഇനി ഇൽഹാറിൻ്റെ അക്ഷരം ഏതാന്നുള്ളത് പിന്നെ മറക്കാൻ പാടില്ല. ഒന്ന് ഹംസ, പിന്നെ ഹ, ഖ, ഐന്, ഖൈന്, അപ്പം നോക്ക്. അപ്പം ഇതിൽ ഈ അക്ഷരങ്ങളാണ് ഇൽഹാറിൻ്റെ അക്ഷരം, അഥവാ ഇതിൻ്റെ മുമ്പിൽ സാക്കിനായി നൂന് വന്നാൽ എന്ത് ചെയ്യണം? ഇൽഹാർ ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കിക്കോ, ലൻ എന്നുള്ളത് പിന്നെ നൂന് സാക്കിനാണ്. ആ നൂന് സാക്കിനയുടെ ശേഷം ഏതാ അക്ഷരം വന്ന് ത ആണ്. അപ്പം അതുകൊണ്ട് അവിടെ എന്ത് ചെയ്യാൻ പാടില്ല? ഇൽഹാർ ചെയ്യാൻ പാടില്ല. പക്ഷെ ആ ലാം എന്ത് ചെയ്യണം? മറ്റൊരിക്ക് ഇദ്ഗാം ചെയ്യണം. അപ്പം അതുകൊണ്ട് തന്നെ മൗഇദൻ ലൻ തുഖ്ലഫ, ലൻ തുഖ്ലഫ കൂട്ടിയതല്ല, ലൻ തുഖ്ലഫഹു, ലൻ തുഖ്ലഫ എന്നാണ്. അവിടെ മണിച്ചിട്ടാണ് അതുകൊണ്ട് ഇഖ്ഫ, അതുപോലെ തന്നെ ഗുന്നയോടുകൂടി. വൻദുർ ഇലാ ഇലാഹിക്, അവിടെ മദ്ദക്ഷരത്തിന് ശേഷം ഹംസ വന്നു. ഇലാ ഇലാഹിക, അവിടെ ഹംസ വന്നതിന് ശേഷം അതുകൊണ്ട് ഇലാം എന്ത് ചെയ്യണം? നീട്ടണം. അല്ലദീ ളൽത അലൈഹി ആകിഫ. പിന്നെ പറഞ്ഞു അവിടെ ഓതുമ്പോൾ ശ്രദ്ധിക്കാനുള്ള ലനുഹർരിഖന്നഹു, ലനുഹർരിഖന്ന, ആ നൂന് മണിച്ചിട്ടാണ് അതുകൊണ്ട് ലനുഹർരിഖന്നഹു. ഹാവിന് ശേഷം ഒന്ന് ചെറിയൊരു വാവുണ്ടാവും അവിടെ, അല്ലേ? ലനുഹർരിഖന്നഹു സുമ്മ എന്നല്ല, ലനുഹർരിഖന്നഹു ഹു എന്ന് കുറച്ചെന്ത് ചെയ്യണം? നീട്ടണം. പിന്നെ സുമ്മ, സുമ്മ അധികം ആൾക്കാർ സുമ്മ സുമ്മ എന്നോതില്, സുമ്മല്ല സുമ്മ. സുമ്മും വ്യത്യാസമുണ്ട്. സുമ്മ എന്ന് പറഞ്ഞാൽ പിന്നീട് എന്നർത്ഥം. സുമ്മ എന്ന് പറഞ്ഞാൽ വിഷം തീണ്ടി എന്നർത്ഥം. വിഷമേറ്റു, സുമ്മ എന്ന് പറഞ്ഞാൽ വിഷം. പാമ്പൊക്കെ പഠിച്ചവനാണെങ്കിൽ സുമ്മർ റജു എന്ന് പറഞ്ഞാൽ വിഷം തീണ്ടിന്ന്. അപ്പോൾ സുമ്മ എന്ന് പറഞ്ഞാലോ പിന്നീട്. അപ്പം സുമ്മയും ഉച്ചാരണത്തിൽ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. സുമ്മ ആകാൻ പാടില്ല, സുമ്മ ആകാൻ പാടില്ല. അപ്പോൾ അവിടെ സുമ്മ ലനൻസിഫന്നഹു, അവിടെ ആദ്യത്തെ നൂന് ഫത്ഹാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. രണ്ടാമത്തെ നൂന് സാക്കിനാണ്. പക്ഷേ സാക്കിനാ നൂന് ശേഷം എന്താ വന്നത്? സീനാണ്. ഇലാർ ചെയ്യണോ? വേണ്ട.
അപ്പം അതുകൊണ്ട് ലനൻസിഫന്നഹു. പിന്നെ നൂന് തൻവീൻ, അവിടെ ഷദ്ദുള്ള നൂനാണ് മണിച്ചിട്ട് ഓതണം. നൻസിഫന്നഹു. പിന്നെ ഹായിന് ശേഷം വാവ് കാണാം. ഫില്യമ്മി നസ്ഫ, ഫില്യമ്മി നസ്ഫ, നസ്ഫ. പിന്നെ ഇന്നമാ ഇലാഹുക്കും, അവിടെ മാക്ക് ശേഷം മദ്ദക്ഷരത്തിന് ശേഷം ഹംസ വന്നു, അതുകൊണ്ട് ഇന്നമാ എന്ന് നീട്ടണം. ഇലാഹുക്കുമുല്ലാഹുല്ലദീ ലാ ഇലാഹ, ലാ ഇലാഹ. ലാ എന്നുള്ളതിന് ശേഷം ഹംസമാണ് ഇലാഹ്, ഹംസയാണ് ഇല്ലാഹു. നിർത്തിയതാണെങ്കിൽ ഇല്ലാഹു, കൂട്ടിയതാണെങ്കിൽ ഇല്ലാഹു വസിഅ കുല്ല ഷൈഇൻ ഇൽമ. ഷൈഇൻ ഇൽമ. അവിടെ തൻവീന് ശേഷം എന്താ വന്ന്? ഐന് വന്നു. അപ്പോൾ എന്ത് ചെയ്യണം? ഷൈഇൻ നൂന് സാക്കിൻ എന്ത് ചെയ്യണം? തൻവീന് ഇൽഹാർ ചെയ്യണം. കദാലിക നഖുസ്സു അലൈക മിൻ അംബാഇ. അവിടെ നൂന് സാക്കിനക്ക് ശേഷം ബ ആണ് വന്നിട്ടുള്ളത്. നൂന് സാക്കിനക്ക് ശേഷം ബ വന്നു. അപ്പം എന്താ ചെയ്യേണ്ടത്? ഈ നൂൻ എന്താക്കണം? മീമാക്കി മറിക്കണം. നൂന് സാക്കിനക്ക് ശേഷം ബ വന്നാൽ ഇഖ്ലാബ് അഥവാ തൻവീനിനെ മീമാക്കണം. അപ്പം എന്താ? അംബ എന്നുള്ളത് അൻബ എന്നുള്ളത് അംബ, അംബ. പിന്നെ ബിന് ശേഷം ആ അലിഫിന് ശേഷം ഹംസൻ. അപ്പം അംബ മാ ഖദ് സലഫ്, മാ ഖദ് സബഖ്, മാ ഖദ് സബഖ്. രണ്ട് കൽക്കലുണ്ട്. ഖദ് സബഖ് കൂട്ടിയതാണെങ്കിൽ മാ ഖദ് സബഖ, കൂട്ടിയതുമ്പോൾ സബഖാന്ന്. നിർത്താണെങ്കിൽ സബഖ്. വഖദ് അവിടെ ഉണ്ടോ? മൂന്ന് ഹറുഫുൽ കൽക്കല അടുപ്പിച്ചടുപ്പിച്ച് വന്നു. മാ ഖദ് സബഖ് വഖദ്. അവിടെയൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ പറയണം. വഖദ് ആതൈനാക മിൻ ലദുന്നാ ദിക്റ. മില്ലതുന്ന. അവിടെ നോക്കുക, നൂന് സാക്കിന് ശേഷം ഏതാക്ഷരം വന്ന്? ലാമാണ്. അതുകൊണ്ട് അതിലേക്ക് ഇദ്ഗാം ചെയ്യണം. മില്ലതുന്ന ദിക്റ, ദിക്റ. ഞാൻ പറഞ്ഞിട്ടുണ്ട് കാഫിന് സുക്കൂൻ വന്നാൽ എന്ന് വെച്ചാൽ ദിക്, അല്ലാഹു അക്ബർ, അക് എന്നുള്ള ഉച്ചാരണമുണ്ട്. കാഫിന് സുക്കൂൻ വന്നാൽ അക് എന്നാണ് ഉച്ചാരണം. അപ്പോൾ ദിക്റ, ദിക്റ, ദിക്റ എന്നല്ല, ദിക്റ, ദിക്റ എന്നാണ് പറയേണ്ടത്. മില്ലദുന്ന ദിക്റ, ദിക്റ എന്നാണ് പറയേണ്ടത്. പിന്നെ മൻ അഅറള അൻഹു. അവിടെ എന്തുകൊണ്ടാണ് മൻ എന്നോതിയത്? അവിടെ നൂനുസാക്കിന് ശേഷം ഹംസയാണ് വന്നിട്ട്, അതുകൊണ്ട് മൻ അഅറള അൻഹു. പിന്നെ അവിടെ നോക്കിക്കോ, അൻഹു എന്നോതുണ്ട്, അൻഹു. അവിടെ നൂനുസാക്കിന് ശേഷം ഹ ആണ്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവണുള്ളൂ. അൻഹു ഫഇന്നഹു യഹ്മിലു യൗമൽ ഖിയാമത്തി വിസ്റ, വിസ്റ, വിസ്റ. ഇതാണ് ഓതുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്. അപ്പം ഇനി നോക്കുക, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സാമിരിയോട് പറഞ്ഞു, തഖൂല ലാ മിസാസ്. നീ എന്ത് ചെയ്യാൻ പാടില്ല? തൊടാൻ പാടില്ല. ലാ മിസാസ് എന്ന് പറഞ്ഞാൽ നീ ആരോടും തൊടാൻ പാടില്ല, ആൾ നിന്നെ തൊടാൻ പാടില്ല എന്ന് നീ എന്ത് ചെയ്യണം? തൊടാൻ പാടില്ല. ലാ മിസാസ്, ലാ മിസാസ് എന്ന് പറഞ്ഞിട്ടാണ് നീ ജീവിതം കാലഘട്ടം കഴിച്ചു കൂട്ടേണ്ടത്. ഇതാണ് സാമിരിയോട് ആര് പറഞ്ഞു? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. പിന്നെ പറഞ്ഞു വഇന്ന ലക മൗഇദൻ ലൻ തുഖ്ലഫ. ഇത് നിന്റെ ദുനിയാവുള്ള ശിക്ഷയാണ്. ഇപ്പം നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു, അന്ന് ഇത് സാമിരി എന്ന് പറയുന്ന മനുഷ്യൻ ഈ സമൂഹത്തിലേക്ക് ഒരു ബിദ്അത്ത് ഉണ്ടാക്കി കൊണ്ടുവന്നപ്പം ആ ബിദ്അത്തുകാരോട് എന്തൊരു സമീപനമാണ് സ്വീകരിക്കുന്നത് അത് മൂസാ നബി പഠിപ്പിച്ചു കൊടുത്ത്. പിന്നെ അവനോട് പോയിട്ട് എന്ത് ചെയ്യുക? ഒരാളൊരു പുതിയ ബിദ്അത്ത് ഉണ്ടാക്കി, അജന്താ പറഞ്ഞ പുതിയ വാദം ഒന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞു നോക്കട്ടെ. എല്ലാം കേൾക്കണമല്ലോ, അങ്ങനെയല്ലേ ആൾക്കാർ? എല്ലാം കേൾക്കണ്ടേ? ഇതെന്ന് പറഞ്ഞു നോക്കട്ടെ, സത്യം എടുക്കാലോ. അങ്ങനെയില്ല. ഫമാദ ബഅദൽ ഹഖ് ഇല്ല ദലാൽ. ഹക്കിന് ശേഷം എന്താ ഉള്ളത്? പിന്നെ ദലാലത്താണ്. പിന്നെ ദലാലത്ത് കേൾക്കാൻ പോകേണ്ട ആവശ്യം. ദലാലത്ത് കേൾക്കൽ തിന്മയാണ്. ഹക്ക് കേൾക്കൽ എന്തുള്ളൂ? നന്മയുള്ളൂ. അതുകൊണ്ടാണ് വൈദാ മറു ബില്ലഗ്വി മറു കിറാമ. മനസ്സിലല്ലേ? പിന്നെ വൈദാ സമയത്തും ഖുർആനിൽ തന്നെ കാണാം, അള്ളാഹുവിൻ്റെ ആയത്തുകളെ സംബന്ധിച്ച് പരിഹസിക്കപ്പെടുന്നു മറ്റൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഫലാ തഖഉദൂ മഅഹും ഹത്താ യഖൂദൂ ഫി ഹദീസിൻ ഗൈരി. അവിടെ ഇരിക്കാൻ പാടില്ല, അത് കേൾക്കാൻ പാടില്ല.
അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു ഒരു മുഅ്തസിലിയായ മനുഷ്യൻ, അയാൾ ഖുർആൻ ഓതാണ്. അബ്ദുല്ലാഹിബിൻ ഉമർ ചെവിയാണ് പൊത്തി. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ ഖുർആനല്ലേ ഓതാണ്, നിങ്ങളെന്താ ചെവിയത്തിന്? നിങ്ങൾ ഖുർആൻ ഓതിയാലും പ്രശ്നമാണ്. ആര്? ബിദഅത്തിന്റെ ആൾക്കാർ ഖുർആൻ ഓതിയാലും കുഴപ്പമുണ്ട്. കാരണം എന്താ? ഇപ്പം നമ്മളെ മുസ്ലിയാക്കന്മാർ ഖുർആൻ ഓതണം എന്തിനാ? ഖുർആൻ സ്ഥാപിക്കാനാ? അല്ലല്ലോ, ഓല ബിദഅത്ത് സ്ഥാപിക്കാനല്ലേ. അപ്പം നിങ്ങൾ ഖുർആൻ ഓതണം എന്ത് ചെയ്യണ്ട? എനിക്ക് കേൾക്കണ്ട. അതാണ് അഹ്ലു ബിദഅത്തിനുള്ള സമീപനം. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് തന്നെ ബിദഅത്തിന്റെ ആളുകളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്ന് നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ആ ബിദഅത്തിലേക്ക് പോകാതിരിക്കാനാണ്. അത് മനസ്സിലാക്കുക. അപ്പോൾ എന്നിട്ട് മൂസാ നബി പറഞ്ഞു, ഇപ്പോഴത്തെ നിന്റെ ദുനിയാവിലുള്ള ശിക്ഷൻ, എന്നാൽ വഇന്ന ലക മൗഇദൻ, നിനക്കൊരു മൗഇദ് വരാനുണ്ട്. അതെവിടെയാണ്? ഖിയാമത്ത് നാളിലാണ്. ലൻ തുഖ്ലഫഹു, അഖ്ലഫ യുഖ്ലിഫു എന്ന് പറഞ്ഞാൽ ലംഘിക്കുക. വഇദാ വഅദ അഖ്ലഫ കേട്ടിട്ടുണ്ടാവുമല്ലോ. തുഖ്ലഫഹു എന്ന് പറഞ്ഞാൽ അഖ്ലഫ യുഖ്ലിഫു എന്ന് പറഞ്ഞാൽ പിന്നെ ലംഘിക്കുക എന്നർത്ഥം. അതായത് ഒരിക്കലും ലംഘിക്കപ്പെടാത്തൊരു വാഗ്ദാനം നിനക്കെന്ത് ചെയ്യേണ്ടി ഇനി വരാണ്ട്. അതെവിടെയാണ്? പരലോകത്ത്. ഇതിപ്പോൾ ദുനിയാവിലുള്ള ശിക്ഷയാണ് ഒരു മനുഷ്യനും ഉണ്ടാകാൻ പാടില്ല. ദുനിയാവിൻ്റെ ജീവിതകാലം മുഴുവനും എന്ത് ചെയ്യണം? നീ അങ്ങനെ കഴിയണം. പക്ഷെ ദുനിയാവിൻ്റെ ഈ ശിക്ഷ കൊണ്ട് നീ രക്ഷപ്പെടോ? ഇല്ല. പരലോകത്ത് നീ എന്തുണ്ട്? ഫഇന്ന ലക മൗഇദൻ ലൻ തുഖ്ലഫഹു, ഒരിക്കലും ലംഘിക്കപ്പെടാത്ത, രക്ഷപ്പെട്ടു പോകാൻ കഴിയാത്തൊരു ശിക്ഷ നിനക്ക് പരലോകത്ത് എന്ത് ചെയ്യാണ്ട് വരാണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹുവിൻ്റെ ദില്ലത്തുണ്ടാവും. അള്ളാഹിൻ്റെ ഒരു പ്രവാചകൻ്റെ മാർഗത്തിന് എതിരായി ഒരു പുതിയ മാർഗമുണ്ടാക്കി കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അംർ ബിൻ ലുഹയ്യിനെ സംബന്ധിച്ച് പറഞ്ഞു. അംർ ബിൻ ലുഹയ്യ് ആരാ അറിയോ? ആദ്യമായി അറബികളിലേക്ക് വിഗ്രഹാരാധന കൊണ്ടുവന്ന വ്യക്തിയാണ് ആര്? അംർ ബിൻ ലുഹയ്യ്. അറബികളെ സംബന്ധിച്ചിടത്തോളം റിഹ്ലത്തി ശിതാഇ വസ്സൈഫ്, ഷാമിലേക്കും യമനിലേക്കും ഒന്നുണ്ട്, ഓരോ യാത്ര ഉണ്ട്. കാരണം അറബികൾ പൊതുവെ സാധാരണ വലിയ വീടുകളൊന്നും എടുക്കാറില്ല പണ്ട്. കാരണം എന്താ വെച്ചാൽ ഓല് ഇന്ന് ഇവിടെ ആണെങ്കിൽ നാളെ അവിടെ, മറ്റന്നാളവിടെ, ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അറബികൾ. അപ്പം ഇയാൾ ഈ അംർ ബിൻ ലുഹയ്യ് എന്ന് പറയുന്ന മനുഷ്യൻ ഷാമിലേക്ക് പോയപ്പം അവിടെ വിഗ്രഹാരാധകരുണ്ട്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ കുറച്ച് ആൾക്കാർ ഇങ്ങനെ പശുക്കുട്ടിനെയും മറ്റു വിഗ്രഹത്തൊക്കെ വെച്ച് ഇങ്ങനെ ആരാധിക്കണം. ആര് കണ്ടു? അയാൾ എന്ത് തിരക്കടില്ലല്ലോ. അങ്ങനെ വെച്ച ആൾക്കാർ ഒരു ലിക്കുല്ല് ജദീദൻ ലദ്ദ, എല്ലാവരും പുതിയതിനൊരു ആസ്വാദനം ഉണ്ടാവുമല്ലോ. നമ്മളെ മറ്റേ മൈക്കിൾ ജാക്സൺ ഈ മറ്റേ അബദ്ധപിരിയൊക്കെ പറഞ്ഞിട്ടില്ലേ, പണ്ടൊക്കെ ഇങ്ങനെ മൗലായ എന്നിങ്ങനെ ചൊല്ലി, ഇപ്പം ഇങ്ങനെ മറ്റെന്താ പോലൊക്കെ പറഞ്ഞിട്ടുള്ള മൗലൂദ എന്നൊക്കെ പറഞ്ഞില്ലേ. അതായത് ആളുകൾക്ക് എന്താ വെച്ചാൽ പുതുമ ആവശ്യം. ആളുകൾക്ക് എന്താ പുതുമയാണ് ആവശ്യം. അതിപ്പോൾ ഇനി സംസാരത്തിൽ പ്രസംഗത്തിലൊക്കെ തന്നെ നമ്മളെല്ലാവരും പറഞ്ഞ ആളുണ്ടാവില്ല. നമ്മളെന്താ വെച്ചാൽ ഇല്ലാത്ത എന്തെങ്കിലും പറഞ്ഞ് ഓൻ്റെ ഗവേഷണമൊക്കെ നടത്തി പറഞ്ഞാൽ അതിനെല്ലാം ആൾ കൂടും. ശരി, ആൾക്കൊക്കെ എന്താ വെച്ചാൽ പുതിയതാണ് കേൾക്കണ്ടേ, പഴയത് തന്നെ കേൾക്കാൻ. പക്ഷേ ഇത് ഹക്കാണെങ്കിലും ആളുണ്ടാവില്ല. അപ്പോട്ടെ. അപ്പോൾ ഇവിടെ അംർ ബിൻ ലുഹയ്യ് എന്ത് തോന്നി? ഇതൊരു പുതിയ സംഗതിയായി തോന്നി. അയാൾ എന്ത് ചെയ്തു? ഒരു വിഗ്രഹം എടുത്തിട്ട് മക്കയിലേക്ക് കൊണ്ടുവന്ന് കാബിൻ്റെ അടച്ച്. അങ്ങനെയാണ് മക്കയിലേക്ക് ആദ്യമായി വിഗ്രഹാരാധന വന്നത്. അംർ ബിൻ ലുഹയ്യ്. ആ അംർ ബിൻ ലുഹയ്യിനെ സംബന്ധിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അയാളുടെ കുടൽമാലകൾ ചക്കിൽ കറങ്ങുന്ന പോലെ അയാളുടെ ഖബർ ജീവിതത്തിൽ കറങ്ങുന്നതായിക്കൊണ്ട് മഹ്ശറിൽ ബർസഖിൽ കറങ്ങുന്നതായിക്കൊണ്ട് ഞാൻ കണ്ടു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ആ അംർ ബിൻ ലുഹയ്യിനെ കൊണ്ടാണ് നഊദു ബില്ലാഹ് നമ്മളെ കായക്കൊടിക്കാരൻ ജബ്ബാർ മൗലവിനെ സാദൃശ്യപ്പെടുത്തി. സുബ്ഹാനല്ലാഹ്. റസൂൽ നരകത്തിലാണെന്ന് പറഞ്ഞൊരു കാഫിറിനോടാണ് ഒരു മുവഹിദായ പണ്ഡിതനെ നമ്മളാൾക്കാർ സാദൃശ്യപ്പെടുത്തി. മനസ്സിലായില്ലേ? എത്ര ഗൗരവമുള്ള കാര്യമാണ്. അപ്പം അവിടെ അംർ ബിൻ ലുഹയ്യ് ചെയ്ത കുറ്റം എന്താ വെച്ചാൽ ആദ്യം ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം ഒരു തിന്മ ചെയ്യുക എന്നുള്ളത് ഒരു വലിയ സംഗതിയാണ്. മനസ്സിലായി? അതേസമയത്ത് ആദ്യം ഒരു ഇസ്ലാം നല്ല കാര്യത്തിലേക്ക് ആദ്യം വരിക എന്നുള്ളതോ, അതുകൊണ്ട് അന അവ്വലുൽ മുസ്ലിമീൻ ഇബ്നു പറയാൻ പറഞ്ഞില്ലേ, അന അവ്വൽ മുസ്ലിം. എല്ലാ നന്മയിലും അവ്വലാണ്, എല്ലാ തിന്മയിലും അവ്വലാകാൻ പാടില്ല. തിന്മയിൽ അവ്വലായാലും എന്താ വെച്ചാൽ
ബാക്കി വരുന്നവരൊക്കെ കുറ്റം കൂടിയും പേരേണ്ടി വരും. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ ലൻ തുഖ്ലഫോ, ഇനി ഒരിക്കലും ലംഘിക്കപ്പെടാത്ത. ഇനി അള്ളാഹു മൂസാ നബി പറയുന്നത് വൻദുർ, ഇനി നോക്കിക്കോ. ഇനിയിപ്പോൾ ഓനുള്ള ശിക്ഷ വിധിച്ചു. ഇനി ഇവിടെ തൊണ്ടി മുതലുണ്ട്. ഇവിടെ എന്താ ഈ തൊണ്ടി മുതൽ? തൊണ്ടി മുതൽ എന്താ? ഈ ബിംബം ഉണ്ടല്ലോ, പശുക്കുട്ടി ഉണ്ടല്ലോ. അതുകൊണ്ട് വൻദുർ, ഇനി നോക്കിക്കോ. ഇലാഹിക, നിന്റെ ഇലാഹിനെ നീ നോക്കിക്കോ. അല്ലദി, എങ്ങനെയുള്ള ഇലാഹിനെ? ളൽത അലൈഹി ആകിഫൻ, നീ അതിൻ്റെ മേൽ ഇഅ്തികാഫിരുന്നല്ലോ. ളൽത നിറ പിന്നെ നീ ആയിക്കൊണ്ടേയിരുന്നു. ളൽത അലൈഹി ആകിഫൻ, നീ അതിൻ്റെ മേൽ ആയിക്കൊണ്ടേയിരുന്നു. പക്കാന സാറ അസ്ബഹംസ വല്ല എന്നുള്ളതാണ്. ളൽത അലൈഹി, നീ അതിൻ്റെ മേൽ ആയിക്കൊണ്ടേയിരുന്നല്ലോ. എങ്ങനെ? ആകിഫൻ, അവിടെ ഭജനമിരിക്കുന്ന, നീ അതിൻ്റെ മുമ്പിൽ ഭജനമിരിക്കുന്ന ആ നിന്റെ ഇലാഹിനെ ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് നീ കണ്ടോ? എന്നിട്ട് അവൻ്റെ മുമ്പ് തന്നെ ലനുഹർരിഖന്നഹു, ഞാൻ എന്ത് ചെയ്യും? അതിനെ കത്തിച്ച് കളയും. ലല്ല, അതായത് പിന്നെ കാന സോറ അസ്ബഹംസ ലല്ല ബാത്ത എന്നറിയല്ലോ, ലല്ലാണ്. ലലൽത്ത എന്നാണ് ശരിക്കും. അത് ലൽത്ത ഇഖ്ഫ നിറ, ലല്ല നിറ കാനൻ്റെ അർത്ഥാണ്. ലൽത്ത അലൈഹി നിറ, അതിൻ്റെ മേൽ നീ ആയിക്കോളും. കാന അലൈ, കുന്ത അലൈഹി എന്നുള്ള അർത്ഥാണ്. കുന്ത അലൈഹി ആകിഫൻ എന്ന അർത്ഥാണ് ലൽത്ത അലൈഹി ആകിഫൻ എന്ന് പറഞ്ഞത്. എന്താണ് ഞാൻ ചെയ്യാൻ? ലനുഹർരിഖന്നഹു, ഹറഖ നിറതാ. ഹറഖ നിറൽ കത്തിച്ചു, തീ കത്തിച്ചു നിറ. അതായത് പിന്നെ അദാബുൻ ഹരീഖ് എന്ന് കേട്ടില്ലേ? കത്തിക്കുന്ന ശിക്ഷ. അപ്പം ലനുഹർരിഖന്നഹു, നാം അതിനെ കത്തിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഈ സ്വർണം അതുപോലെ തന്നെ കളിമണ്ണൊക്കെ പാടെ ഉപയോഗിച്ചുകൊണ്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം അതിന് ഞാൻ എന്ത് ചെയ്യും? കത്തിക്കും. എന്നിട്ട് കത്തിച്ചിട്ട്, അപ്പോൾ കത്തിച്ച് ഒരുക്കുമ്പോൾ എന്ത് വെച്ചാൽ അത് കുറച്ച് ഇതാവും. സുമ്മ, പിന്നീട് നൻസിഫന്നഹു, നസഫ എന്ന് പറഞ്ഞാൽ പൊടി പൊടിയാക്കുക. ഫഖുൽ, പർവ്വതങ്ങളെക്കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു. യസ്അലൂനക അനിൽ ജിബാൽ ഫഖുൽ യൻസിഫുഹാ റബ്ബി നസ്ഫ, അവിടെ നസഫ എന്ന് പറയിച്ചു. ഈ പർവ്വതങ്ങളെക്കുറിച്ച് നബി നിങ്ങൾ അവരോട് ചോദിക്കാൻ നീ പറയണം യൻസിഫുഹാ റബ്ബി, എൻ്റെ റബ്ബിതിനെ പൊടി പൊടിയാക്കും. ആലോചിച്ച് നോക്കണം, ഓരോ പർവ്വതത്തിൻ്റെ വലിപ്പത്തിൽ. ഹിമാലയം, അതിനേക്കാൾ വലിയ പർവ്വതങ്ങളൊക്കെ അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം പൊടിയാക്കാൻ ഒരു സെക്കൻഡ് പോലെ വേണം. എൻസിഫുഹാ റബ്ബി നസ്ഫ, എൻ്റെ റബ്ബിനെ പൊടി പൊടിയാക്കുക. അതാണ് ലനൻസിഫന്നഹു, ഞാൻ പിന്നീട്, അഥവാ ഇതിനെ ഞാൻ തീയിലിട്ടിങ്ങനെ കരിച്ച്, തീയിലിട്ടിങ്ങനെ കത്തിച്ചിട്ട്, സുമ്മ ലനൻസിഫന്നഹു, പിന്നീട് നാം അതിനെ പൊടി പൊടിയാക്കും. എന്നിട്ട് ആ പൊടി എന്ത് ചെയ്യും? ഫിൽ യമ്മി, അതിനെ കൊണ്ടുപോയി വിതറും പൊടി പൊടിയാക്കിയിട്ട് എന്ത് ചെയ്യും? ഫിൽ യമ്മി, യമ്മ് എന്ന് പറഞ്ഞാൽ കടൽ, സമുദ്രം. ആ കടലിൽ നാം അതിനെ പൊടി പൊടിയാക്കിയിട്ടിട്ടും. നസ്ഫൻ, ഒരു പൊടിക്കൽ. അപ്പം ഇവിടെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞെന്ന് വെച്ചാൽ ഞാൻ അതിനെ കത്തിച്ച് തവിട് പൊടിയാക്കിയിട്ട് എന്ത് ചെയ്യും? കടലിലേക്ക് എറിയും. ആരെ? ഈ ശിർക്കിൻ്റെ അസറുകളെ. അപ്പം ഇതിൽ നമുക്ക് ചില സംഗതികൾ മനസ്സിലാക്കട്ടെ. ഒന്നെന്താ വെച്ചാൽ, ഒരു ഇസ്ലാമിക സമൂഹത്തിൽ, ഒരു മുസ്ലിം രാജ്യത്ത്, അല്ലെങ്കിൽ മുസ്ലിമുകൾ മാത്രം താമസിക്കുന്ന ഒരു സ്ഥലത്ത് എന്തു പാടില്ല? ഷിർക്കിൻ്റെ ആധാറുകൾ പ്രത്യക്ഷമായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? ഉണ്ടാകാൻ പാടില്ല. മനസ്സിലല്ലേ? അതുകൊണ്ടാണ് അതവിടുത്തെ പണ്ഡിതന്മാർ വളരെ ശക്തമായി അതിനെ എതിർത്തിട്ടുണ്ട്. മആബിദുൽ അഗൈർ മുസ്ലിമീൻ ഫി ബിലാദിൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞ പുസ്തകം തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, UAE തന്നെ. അതിന് ചില ഹുക്കുമുകളുണ്ട്. പ്രത്യക്ഷമായി ഒരു ഷിആറുകൾ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി മക്കം ഫത്ഹ് കിട്ടി, അധികാരം കിട്ടിയ ഉടനെ അലി ബിൻ അബി താലിബ് വിളിച്ച് വിടവാറുന്നു. എന്തായാലും വലാ തദർ ഖബറൻ മുശ്രിഫൻ ഇല്ലാ സബൈതു വലാ തിംസാലൻ ഇല്ലാ തമസ്തോ, പൊന്തി നിൽക്കുന്ന ഒരു വിഗ്രഹം എന്ത് ചെയ്യാൻ പാടില്ല? തട്ടി നിരത്തണം. പൊന്തി നിൽക്കുന്ന ഖബറുണ്ടെങ്കിൽ തട്ടി നിരത്തണം. അതൊക്കെ ശിർക്കിൻ്റെ ഷിആറുകളാണ്. അപ്പോൾ ആ ശിർക്കിൻ്റെ ഷിആറുകൾ എവിടെ പാടില്ല? ഇസ്ലാമിക രാജ്യത്ത് പാടില്ല.
മുസ്ലിമീങ്ങൾ താമസിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞ ഉദ്ദേശം എന്താ വെച്ചാൽ അയാഴ്ച നമ്മളെ ഈ ഇന്ത്യ പോലുള്ള രാജ്യത്തല്ലട്ടെ ഞാൻ പറഞ്ഞ് ഈ പൂർണ്ണമായും റസൂൽ, നിങ്ങൾ ആലോചിച്ച് നോക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴാണ് കാബത്തിനുള്ളിലെ വിഗ്രഹം തച്ചുടച്ചത്? മരണം കിട്ടിയപ്പോഴല്ലേ? ഈ വിഗ്രഹത്തിലുള്ള കാബയിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര കൊല്ലം നിസ്കരിച്ച്? 6 13. പിന്നെ മിഅ്റാജിൻ്റെ അന്ന് ഏകദേശം ഒരു ഹിജറയുടെ 2 വർഷം മുമ്പാണ് മിഅ്റാജ് ഉണ്ടായത്. അപ്പോൾ അവിടെ 2 വർഷം ഇതിൽ പിന്നെ ഹിജറ പിന്നെ 9ാമത്തെ വർഷമാണ് മക്കം, 8ാമത്തെ വർഷമാണ് മക്കം ഫത്തുണ്ടാണ്. മനസ്സിലല്ലേ? അപ്പോൾ അവിടെ 8ഉം 2ഉം 10 വർഷം, 10 വർഷത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച് ഏത് കാബയിലേക്ക് ഇരിച്ചിട്ടാണ്? ബിംബുള്ള കാബ. നബി ഏത് കാബയിലാണ് തവാഫ് ചെയ്ത്? അതിൻ്റെ ഉള്ളിൽ വിഗ്രഹമുണ്ട്. 300 ചില്ലാനം വിഗ്രഹമുള്ള കാബാലയത്തെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നത്, തവാഫ് ചെയ്യുന്നത്. നബി കയറി അടച്ചോ? ഇല്ല. അധികാരം കിട്ടിയപ്പോൾ ക്ലീനാക്കി. അപ്പം അധികാരമുള്ളിടത്തുള്ള വിധിയും ഇല്ലാത്തടത്തുള്ള വിധിയും രണ്ടാന്ന് മനസ്സിലായില്ലേ? അധികാരമുള്ളിടത്തുള്ളൊരു വിധിയും അധികാരമില്ലാത്തടത്തുള്ള ഇസ്ലാം എന്താണ്? രണ്ടാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഷിർക്കിൻ്റെ തൗഹീദിൻ്റെ കേന്ദ്രത്തിലാണ് ഷിർക്കിൻ്റെ ആസാർ. ഇബ്രാഹിം നബി ഉണ്ടാക്കിയ കാബൻ്റെ ഉള്ളിൽ ഇബ്രാഹിം നബിൻ്റെ വിഗ്രഹം. പക്ഷെ നബി ഒന്നും ചെയ്തില്ല, കാരണം നബിക്ക് അധികാരമില്ല. അപ്പം അധികാരം എന്ന് പറഞ്ഞത് വലിയ സംഗതി തന്നെയാണ്. നമ്മൾ ചില ആൾക്കാർ പറയും, എന്താ ഇപ്പോൾ ഇവിടെ ജിഹാദാണ് ചെയ്താൽ വെട്ടി 24 മണിക്കൂർ തല വെട്ട് പറഞ്ഞുള്ളൂ. അതൊക്കെ ചെയ്താൽ എന്താ വെച്ചാൽ പിന്നെ ഇസ്ലാമിക രാജ്യത്ത് പോലും അത് പാടില്ല. ഒരു ഇസ്ലാമിക രാജ്യത്ത് ഒരു കാഫറിനെ, ഒരു മുസ്ലിം ഒരു കാഫർ കൊന്നു നോട്ടിക്കൊള്ളി. അപ്പോൾ സൗദി അറേബ്യയിൽ ഒരു സൗദി പൗരനെ ഇന്ത്യയിലുള്ള ഒരു അമുസ്ലിമായ വ്യക്തി കൊന്നു നോട്ടിക്കൊള്ളി. എന്താ ചെയ്യേണ്ടത്? എന്താ ചെയ്യുക? മുസ്ലിങ്ങൾ അവനെ പോയി കൊല്ലാൻ പറ്റുമോ? പറ്റില്ല. അവിടുത്തെ ഭരണകൂടം അതിലിടപെട്ട് ഈ മനുഷ്യനെ വിചാരണ ചെയ്ത് ഈ മനുഷ്യനെ പിന്നെ കുറ്റവാളിയാണെന്ന് തെളിയിച്ച് എന്നാലും കൊല്ലാൻ പറ്റുമോ? കൊല്ലാൻ പറ്റുമോ? കുറ്റവാളിയാണെന്ന് തെളിഞ്ഞാൽ അപ്പം തല കിട്ടുമോ? ഇല്ല. പിന്നെ ആർക്കാണ് ഇപ്പം കുറ്റവാളിയാണോ തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ആർക്കാണ് അധികാരം? വജഅൽനാലി വലിയ്ഹി സുൽത്താന, കൊല്ലപ്പെട്ടവൻ്റെ കുടുംബത്തിനാണ് പിന്നെ ബാക്കി. ഓനെ കൊല്ലണോ ഓനാ തീരുമാനിക്കുക. അവൻ പറയണ കൊല്ലണം എന്ന് പറഞ്ഞാൽ കൊല്ലണം. ഇനി എത്രത്തോളം ചോദിച്ചാൽ ഈ കുട്ടി മൈനറാണ്, 2 വയസ്സ് 3 വയസ്സായിട്ടുള്ളൂ. അപ്പം ഈ മൈനറായ കുട്ടി പ്രായപൂർത്തിയാകണവരെ കാത്തിക്കണം. അതുവരെ അവന് ജയിലിലാണ്. പ്രായപൂർത്തിയായതിനു ശേഷം ചോദിക്കും, എൻ്റെ വാപ്പാനെ കൊന്നവനെ കൊല്ലണോ കൊല്ലണ്ടേ? കൊല്ലണം എന്ന് പറഞ്ഞാൽ കൊല്ലുള്ളൂ. ഇനി അതല്ല, ഇവർ പൈസ തരാൻ തയ്യാറാണ്, സ്വീകരിക്കണ്ടല്ലോ. ഇതൊന്നും ചോദിക്കാതെ ഇസ്ലാമിക രാജ്യത്ത് പോലും ഇല്ലാത്ത സംഗതികളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അത് ജിഹാദ് എന്ന് പറയും ചെയ്യുക. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അതൊന്നും ഇസ്ലാമല്ല. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് പിന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ തവിട് പൊടിയാക്കിയത്? അതിന് പണ്ഡിതന്മാർ പറഞ്ഞ ഒന്നാമത്തെ കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഷിആറുകൾ എന്ത് പാടില്ല? രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ ഈ പിന്നെ ഷിആറുകൾ പിന്നീട് ഒരിക്കലും ഈ സാമരിക്ക് എന്ത് ചെയ്യാൻ പാടില്ല. അത് അല്ലെങ്കിൽ സാമരിക്കോ അല്ലെങ്കിൽ അനുയായികൾക്കോ പിന്നീട് അതൊന്ന് തട്ടിമുട്ടിയിട്ട് പിന്നൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, അതിൽ നിന്ന് ഉണ്ടാക്കാൻ കഴിയാൻ പാടില്ല. ആണല്ലോ ചില ആൾക്കാർ പിന്നെ തവിട് പൊടിയാക്കിയാലും കുറച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, അവിടെ പിന്നീട് തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന അവസ്ഥ. അതുകൊണ്ട് തന്നെ കത്തിച്ച് കളഞ്ഞ് അത് സമുദ്രത്തിലാണ് ഒഴുക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, 4 ഭാഗത്തുകൊണ്ട് പോയിക്കോളും. പിന്നെ എന്ത് ചെയ്യില്ല, ഒരുമിച്ച് കൂട്ടാൻ കഴിയില്ല. അപ്പം അതുകൊണ്ടാണ് പിന്നെ മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അത് സമുദ്രത്തിലേക്ക് ഒഴുക്കിക്കളഞ്ഞത്. കാരണം കുഴിച്ചിട്ടൊക്കെയല്ല, കുഴിച്ചിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യും, മന്തി കൊണ്ടുവരും. പിന്നെ ആണ്ട് ചില ആൾക്കാർ ഇവരെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞു ഓലെ ഹൃദയം പശുക്കുട്ടിനെ കുടിച്ചു എന്നാണ് അള്ളാഹു പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അത്രയും ഒരു ആ ശിർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, മനസ്സിൽ കണ്ട് രൂഢമൂലമായി. ആലോചിച്ച് കുറഞ്ഞ കാലം കണ്ട് ഓഷിബുഫി ഖുലൂബിഹിൽ അജ്ൽ. ആ ഒരു പശുക്കുട്ടിനെ ഓരോ ഹൃദയത്തിൽ നിന്ന് കണ്ട് ഇറക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഇതുപോലെ മുമ്പ് തന്നെ തവിട് പൊടിയാക്കി സമുദ്രത്തിലേക്കാണ് വിളിച്ചറിഞ്ഞത്. അപ്പോൾ പോലും വിചാരിക്കണം, പഠിച്ചവൻ നമ്മളെ പഠിച്ചവനാണല്ലോ ഇപ്പോൾ പോണത്. നമ്മളെ പഠിച്ചവനാണ് പോയി കത്തിക്കുക, അതോ ഇലാഹക്കാന്ന് പറഞ്ഞത്.
നിൻ്റെ ഇലാഹിനാണ് ഞാൻ കത്തിക്കണ മൂസാ നബി അവനോട് പറയാം. അപ്പം അത് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് മാത്രമല്ല, അത് പിന്നീട് ഒരു രണ്ടാമത് പുനർനിർമ്മിക്കാൻ കഴിയാത്ത വിധമാകാൻ വേണ്ടിയാണ് അതിനെ കത്തിച്ച് നശിപ്പിച്ചതെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അതാണ് ലൻസിഫന്നഹു ഫിൽ യമ്മി നസ്ഫ. പിന്നെ പറഞ്ഞു ഇന്നമാ ഇലാഹുക്കുമുല്ലാഹ്, ഇതൊന്നുമല്ല നിങ്ങളെ ഇലാഹ്. ഇന്നമ എന്ന് പറഞ്ഞാൽ എന്താ? മാത്രം. ഇന്നമ ഇലാഹുക്കും, നിങ്ങളുടെ ഇലാഹ് അള്ളാഹു മാത്രമാകുന്നു. അവൻ ആരാണ്? അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ മറ്റൊരു ഇലാഹില്ലാത്ത ആ അള്ളാഹു മാത്രമാകുന്നു നിങ്ങളുടെ ഇലാഹ്. വസിഅ കുല്ല ഷൈഇൻ ഇൽമ, അവൻ എല്ലാ കാര്യങ്ങളുടെയും അവൻ്റെ ഇൽമു വിശാലമാണ്. എന്ന് പറഞ്ഞാൽ അവൻ അറിയാത്തൊരു കാര്യം ലോകത്ത് സംഭവിക്കുന്നില്ല. അപ്പം എല്ലാം അറിയുന്നവനാകുന്നു നിങ്ങളുടെ ഇലാഹ്, അതല്ലാതെ ഒന്നും അറിയാത്ത ഈ പശുക്കുട്ടിയല്ല. ഇത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം ഇതോടുകൂടി അവിടെ അവസാനിക്കണം. അതായത് ഈ പശുക്കുട്ടിനെ ആരാധിച്ചു, ആ പശുക്കുട്ടിനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ശരിയാക്കി, സാമിരിയുടെ പാട്ടിന് എന്ത് ചെയ്തു? വിട്ടു. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കണം, പിന്നീട് സാമിരിയുടെ ചരിത്രം നമ്മൾ കേൾക്കണില്ല. അപ്പോൾ അവിടെ പിന്നെ സാമിരിക്ക് എന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ സംബന്ധിച്ചു എന്നുള്ളത് ഖുർആൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമല്ല. കാരണം അത് പിന്നീട് എന്തില്ല, നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. കാരണം അള്ളാഹുവിൻ്റെ ശാപം ഏറ്റുവാങ്ങി ദുനിയാവിൽ എന്ത് ചെയ്യും? അവനങ്ങനെ ജീവിച്ച് മരിക്കും. എല്ലാ അമ്പിയാക്കന്മാരോടും എതിർക്കുന്ന ആളുടെ അവസ്ഥ തന്നെ. അതുകൊണ്ടാണ് തബ്ബത് യദാ അബീ ലഹബിൻ വത്തബ് എന്ന് പറഞ്ഞു. അബൂലഹബ് അത്ര നല്ല സ്ഥാനമുള്ള ആളായിരുന്നു മക്കത്ത്. അബൂലഹബ് അബ്ദുൽ മുത്തലിബിൻ്റെ മോനല്ലേ? അബ്ദുൽ മുത്തലിബ് എന്ന് പറഞ്ഞാൽ ഖുറൈശികളുടെ വലിയ നേതാവല്ലേ? ആ ഖുറൈശികളുടെ നേതാവിൻ്റെ മോനാണ്, അവിടുത്തെ വലിയ നേതാവാണ്. പക്ഷെ അള്ളാഹ് ശപിച്ചതോടുകൂടി എന്ത് ചെയ്തു? അവൻ്റെ ഡൗണായി. അവൻ മരിച്ചിട്ട് ഒരു മനുഷ്യൻ പോലും തിരിഞ്ഞു നോക്കാനില്ലാത്ത അവസ്ഥ ഉണ്ടായി. അതുകൊണ്ടാണ് തബ്ബത് യദാ അബീ ലഹബിൻ വത്തബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്. അവൻ്റെ സമ്പത്തും അവൻ്റെ ഒന്നും അവന് ഉപകാരപ്പെട്ടില്ല, അവൻ്റെ മകനും ഉപകാരപ്പെട്ടില്ല. അത് അള്ളാഹിൻ്റെ ദീന് കൊണ്ട് കളിച്ചാൽ അള്ളാഹിൻ്റെ ശാപം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ദുനിയാവിലും ആഖിറത്തിലും എന്ത് ചെയ്യൂല? രക്ഷപ്പെടില്ല എന്നുള്ളതാണ്. അല്ലാതെ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ട പാഠം. അബൂ ലഹബ് അല്ല, അത് അബൂ ജഹലാണ്. ഏത്? ആദ്യോ? എനിക്ക് ഓർമ്മ കിട്ടണില്ല. അല്ലാഹു അലം. ആ ജാഹിദ്, എനിക്ക് ഇപ്പോൾ ഓർമ്മയില്ല, ഞാൻ ഒന്നുകൂടെ നോക്കണം എനിക്ക്. അപ്പം ഈ ചരിത്രം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഇത്രയും വലിയ ചരിത്രം അള്ളാഹു പറഞ്ഞു. എന്നിട്ട് പറയണം കദാലിക നഖുസ്സു അലൈക മിൻ അംബാഇ മാ ഖദ് സബഖ. അപ്പം ഇതിപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൂസാ നബിൻ്റെ കാലത്ത് ജീവിച്ചിട്ടില്ലല്ലോ. മാത്രമല്ല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം തൗറാത്തിലും ബൈബിളിലും ഇഞ്ചിയിലൊക്കെ ഉണ്ട് താനും. അപ്പം യഥാർത്ഥത്തിൽ ഈ ഇത്രയും വിശദമായ ചരിത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എവിടുന്നാണ് കിട്ടിയത്? അതാണ് കദാലിക നഖുസ്സു അലൈക, നാം നിനക്ക് ഖിസ്സ പറഞ്ഞു തന്നതാണ്. അതല്ലാതെ ജൂതന്മാരും ക്രിസ്ത്യാനികളും പറഞ്ഞ പോലെ റസൂൽ എന്ത് ചെയ്തല്ല, ബൈബിള് കോപ്പിയടിച്ചല്ല. കാരണം ഈ പ്രവാചകന്മാരൊക്കെ ചരിത്രത്തിൽ പറഞ്ഞെടുത്ത് ബൈബിളിലും ഇഞ്ചിയിലും അഥവാ തൗറാത്തുൽ ഇഞ്ചിയിലൊക്കെ ഇന്നത്തെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലൊക്കെ ഒരുപാട് അബദ്ധങ്ങളുണ്ട്. പക്ഷെ ആ അബദ്ധങ്ങളൊന്നും എവിടെ ഇല്ല? ഖുർആനിലില്ല. അപ്പോൾ ബൈബിളിൽ നിന്ന് കോപ്പി അടിച്ചതാണ് റസൂലുള്ള ഖുർആൻ എങ്കിൽ ആ അബദ്ധങ്ങൾ അതേപോലെ എന്ത് ചെയ്യേണ്ടി വരും? ഖുർആനിലുണ്ടാവും. പക്ഷെ അതാണ് അള്ളാഹ് പറഞ്ഞത്, ഈ മൂസാ നബിയുടെ ചരിത്രവും അതുപോലുള്ള ചരിത്രങ്ങളൊക്കെ നഖുസ്സു അലൈക, നാം താങ്കൾക്ക് പറഞ്ഞു തരാം. അതല്ലാതെ താങ്കൾ എന്ത് ചെയ്യില്ല? മിൻ അംബാഇ മാ ഖദ് സബഖ, മുമ്പ് കഴിഞ്ഞു പോയതിൻ്റെ നബഅകൾ. നബഅ എന്ന് പറഞ്ഞാൽ എന്താ? നബഅ എന്ന് പറഞ്ഞാൽ വാർത്ത, വൃത്താന്തം. സൂറത്തു നബഅ ഇല്ലേ? നബഇൻ്റെ ജമ്മാണെന്ത്? അൻബ എന്ന് പറയും.
അംബ എന്ന് പറഞ്ഞാൽ ന്യൂസ് എന്നും അർത്ഥമുണ്ട്. ന്യൂസ്. വക്കാലത്തുൽ അംബ എന്ന് പറഞ്ഞാൽ ന്യൂസ് ഏജൻസി എന്നർത്ഥം. നബ എന്ന് പറഞ്ഞ ന്യൂസ്. അപ്പോൾ ഈ ന്യൂസുകളൊക്കെ, അഥവാ മുസാനബിൻ്റെ ന്യൂസ്, മുസാനബിൻ്റെ വാർത്തകൾ നാം ആണ് താങ്കൾക്ക് എന്ത് ചെയ്യുന്നത്, പറഞ്ഞു തരുന്നത്. അതല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുസാനബിൻ്റെ ചരിത്രം ഒന്നും കിട്ടുക? റസൂലുള്ളാഹിക്ക് എഴുതാനും വായിക്കാനും അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു കിതാബ് പോലും വായിക്കാൻ അറിയില്ല, ഒരു അക്ഷരം എഴുതാൻ. റസൂലുള്ളാഹിൻ്റെ പേര് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, എഴുതാൻ അറിയില്ല. അപ്പം എന്താ അങ്ങനെ? അതാണ് ഖുർആൻ്റെ ഇജാസ്. നമ്മളെ ചില ആൾക്കാർ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യം എഴുതാൻ അറിയില്ല, പിന്നെ എഴുതാൻ അറിയില്ല. വലാ തഖുത്തുഹു ബിയമീനിക്, അള്ളാഹ് പറഞ്ഞതാണ്, നിന്റെ വലത് കൈ കൊണ്ട് നീ എന്ത് ചെയ്തിട്ടില്ല, ഒരക്ഷരം പോലും എഴുതിയിട്ടില്ല. നമുക്ക് ഒപ്പിടാൻ പോലും അറിയാം. അതുകൊണ്ടാണ് സീല്, റസൂലുള്ളാഹിൻ്റെ പേര് എഴുതിയ സീല് സഹാബത്തുണ്ടാക്കി. എന്നാൽ മനസ്സിലായില്ലേ എവിടെ സീല് വെക്കേണ്ടത്? റസൂലുള്ളാഹി ഹജ്ജത്തുൽ ഹുദൈബിയ സന്ധിയിൽ പ്രവാചകൻ കാണിച്ചു കൊടുത്തിട്ടാണ് അലി ബിൻ അബി താലിബ് സീൽ വെക്കുന്നത്. അതെ, മുഹമ്മദ് റസൂലുള്ളാഹി എന്നത്. അപ്പം അതെന്താ വെച്ചാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു പോരായ്മയല്ല, പിന്നെന്താ, അത് നബിയുടെ മുഅ്ജിസത്താണ്. കാരണം എന്താ വെച്ചാൽ ഈ എഴുത്തും വായനയും അറിയാത്ത പ്രവാചകനാണ് ഈ എഴുത്തും വായനയും അറിയലൊക്കെ തൊള്ളയും പൊളിച്ച് നിൽക്കണേ ആയത്തുകൾ ഓതിക്കൊണ്ടിരിക്കണേ. അപ്പോൾ തന്നെ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒറ്റക്ക് പറഞ്ഞെല്ലാം തെളിവാണ്. കാരണം അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞു 40 വർഷക്കാലം ലബിസ്തു ഫീക്കും ഉംറ എന്ന് പറഞ്ഞില്ലേ, ഞാൻ 40 കൊല്ലങ്ങളുടെ ജീവിച്ചില്ലേ, ആ 40 കൊല്ലത്തിന് എടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പറഞ്ഞോ? ഇപ്പം പറഞ്ഞെന്തുകൊണ്ടാ? ഇതിൻ്റെ അടുത്തല്ല എന്നുള്ളത് അത് തന്നെ. കുസ്സു അലൈക്ക, നാം താങ്കൾക്കത് വിശദീകരിച്ചു തരാം, അതല്ലാതെ നിങ്ങൾ ഈ കിസ്സ പറഞ്ഞതല്ല. മിൻ അംബ ഇമാ ഖദ് സബഖ, കഴിഞ്ഞു പോയ കാര്യങ്ങൾ നാം താങ്കൾക്ക് വിശദീകരിച്ചു തരുന്നു. അവിടെ എന്താ വെച്ചാൽ ഒന്ന് അബദ്ധങ്ങളില്ല, മാത്രമല്ല വളരെ കൃത്യമായ വിശദീകരണങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ഖുർആനിലൂടെ അള്ളാഹ് കൊടുത്തിട്ടുള്ളത്. ഒരു അബദ്ധവും ഒരു തെറ്റും ഇന്നും ആർക്ക് ചൂണ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ അതേപോലെ തന്നെ വഖദ് ആതൈനാക മിൻ ലദുന്നാ ദിക്റാ, വഖദ് ആതൈനാക, നാം താങ്കൾക്ക് നൽകിയിരിക്കുന്നു, മിൻ ലദുന്ന, നമ്മുടെ അടുക്കൽ നിന്ന്, ദിക്റാ, ഉപദേശം. അതേതാണ്? ഖുർആനാണ്. അപ്പം നാം താങ്കൾക്ക് കഥ പറഞ്ഞു തരുന്നു, അതോടൊപ്പം തന്നെ ഈ ഖുർആനും ഞാൻ താങ്കൾക്ക് നൽകിയിട്ടുണ്ട്. അപ്പം ആ ഖുർആനെ സംബന്ധിച്ച് അള്ളാഹ് പറഞ്ഞെന്താ? ദിക്ർ എന്നാ. ഖുർആൻ എന്താണ്? ദിക്റാൻ. ഏതൊക്കെ അർത്ഥത്തിൽ? ഖുർആനിൽ മനുഷ്യന്മാർക്ക് ഉപദേശം നൽകുന്ന ഒരുപാട് ദിക്റുകൾ ഖുർആനിൽ കാണാൻ കഴിയും. പരലോകത്തെ സംബന്ധിച്ചുള്ള ദിക്റുണ്ട്, മരണത്തെ സംബന്ധിച്ചുള്ള ദിക്ർ. അതുകൊണ്ട് ഫദക്കിർ ഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ, നീ ആളുകൾക്ക് ഉപദേശം കൊടുക്കുക, ആളുകൾ ഉപദേശം, മുഅ്മിനീങ്ങളായ ആളുകൾക്ക് ഉപദേശം ചെയ്യും, ഫലം ചെയ്യും. അപ്പോൾ വിശുദ്ധ ഖുർആൻ അള്ളാഹ് പ്രയോഗിച്ചൊരു പേരെന്താണ്? ദിക്ർ എന്നാ. ദിക്ർ ഖുർആൻ മാത്രമല്ല, അള്ളാഹുവിനെ സംബന്ധിച്ച് പറയപ്പെടുന്ന എല്ലാം ദിക്റാണ്. അതുകൊണ്ടാണ് വൈദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്അഉ ഇലാ ദിക്രില്ലാഹ്. ആ ദിക്ർ കൊണ്ട് ഉദ്ദേശം എന്താ? ഖുത്ബയാണ്, ജുമുഅ ഖുത്ബ. ആ ഖുത്ബ ജുമുഅ ദിക്റിലേക്ക് നിങ്ങൾ വേഗത്തിൽ വരണം. പിന്നീട് പറഞ്ഞു നിസ്കാരത്തെ പറ്റി പറഞ്ഞു ഫൈദാ ഖുദിയത്തിസ് സ്വലാത്ത് ഫന്തശിറു, ആണ് നിസ്കാരം എന്ന് വേറെ പറഞ്ഞു. അപ്പോൾ നിസ്കാരവും ദിക്റുള്ളതാണ് എന്ത്? ജുമുഅ. അപ്പോൾ ദിക്റിലേക്ക് നേരത്തെ വരുന്ന നേരത്തെ വന്നിട്ട് നേരത്തെ ഉറങ്ങാനല്ല. പിന്നെന്താ? എപ്പോഴാ ദിക്റാകുക? ആ കേൾക്കണ്ടേ? ദിക്ർ കേൾക്കുമ്പോഴല്ലേ എന്തുണ്ടാവുള്ളൂ? ഒരു ഉപദേശം കേട്ടാലല്ലേ ആ ഉപദേശം എന്ത് ചെയ്യുള്ളൂ? ഫലം ചെയ്യുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ ദിക്റാണ്. അള്ളാഹുവിനെ ഓർക്കുന്ന ദിക്റാണ്. അള്ളാഹിനെ പറ്റി ചിന്തിക്കുന്ന ദിക്റാണ്. അള്ളാഹിനെ പറ്റി എന്ത് ചെയ്യുക? ചിന്തിക്കുക, അള്ളാഹിൻ്റെ സൃഷ്ടികളെ പറ്റി ആലോചിക്കുക, ഇതൊക്കെ ദിക്റാണ്. അപ്പോൾ ഈ ഖുർആൻ നബിയെ ഞാൻ താങ്കൾക്ക് നൽകിയിരിക്കുന്നു. ഇത് മനസ്സിലാക്കേണ്ട, ഈ ആയത്തിന് മനസ്സിലാക്കേണ്ട പാടെന്ന് വെച്ചാൽ വിശുദ്ധ ഖുർആനിലെ കഥകളൊക്കെ അള്ളാഹു റസൂലുള്ളാഹിക്ക് പറഞ്ഞു കൊടുത്താണ്. അതുപോലെ തന്നെ ആ കഥകളിൽ യാതൊരു അബദ്ധവുമില്ല. മാത്രവുമല്ല, അതോടൊപ്പം തന്നെ വിശുദ്ധ ഖുർആൻ എന്ന ദിക്റിനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് റസൂലുള്ളാഹിക്ക് നൽകിയിട്ടുള്ളത്. എന്നിട്ട് അള്ളാഹ് പറയാണ്, മൻ അഅറദ അൻഹു, ഈ ദിക്റിൽ നിന്ന് ആരെങ്കിലും പിന്തിരിഞ്ഞാൽ. അറദ പിന്തിരിയുക. അറദക്ക് വേറെ അർത്ഥം കൂടി, എതിരാവുക എന്ന് അർത്ഥമുണ്ട്. മുആറദത്ത് എന്ന് പറയും. മുആറദത്ത് എന്ന് പറഞ്ഞാൽ എതിരാകുക,
ഇപ്പം അറള എന്ന് പറഞ്ഞാൽ അറള അൻ എന്നാണെങ്കിൽ പിന്തിരിയുക എന്നർത്ഥം. അതേസമയത്ത് അറള എന്ന് പറഞ്ഞാൽ എതിരാവുക എന്നർത്ഥമുണ്ട്. അപ്പം ഖുർആനിനോട് ആരെങ്കിലും എതിരാകുക, അല്ലെങ്കിൽ ഖുർആനിൽ നിന്നൊരാൾ പിന്തിരിയുക, അതൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഖുർആനിൻ്റെ. അപ്പോൾ ഈ ഖുർആനെ എതിരാകുന്ന പണ്ഡിതന്മാർ തഫ്സീർ സഅദിയൊക്കെ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ, ഒന്ന് ഖുർആൻ പഠിക്കുന്നതിൽ നിന്ന് പിന്തിരിയുക, ഖുർആൻ മനസ്സിലാക്കുന്ന പിന്തിരിയുക, ഖുർആനിൽ പറഞ്ഞ ഹലാലുകളും ഹറാമുകളും ജീവിതത്തിൽ പാലിക്കുന്നതിലെന്തിയ പിന്തിരിയുക. ഇതൊക്കെ ഒമൻ അറദൻ ഉൾപ്പെടും. അതല്ലാതെ കാഫിര്യങ്ങൾക്ക് മാത്രമല്ലതുള്ളത്. ഈ വിശുദ്ധ ഖുർആനിൻ്റെ ഏറാദുകൾ ഇപ്പോൾ സൂറത്തു ഫുർഖാൻ അവസാനത്തെ ഭാഗത്ത് കാണല്ലോ, വഖാല റസൂൽ യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു, അത് ഖുർആൻ മഹ്ജൂറ, അത് ഏറാദാണ്. എൻ്റെ ഖൗമ് ഒഴിവാക്കിയെന്ന് പറഞ്ഞു. എൻ്റെ ഖൗമി ഖുർആൻ എന്ത് ചെയ്തു? മഹജൂറാക്കി, അവഗണിച്ചു. അവിടെ അവഗണിക്കുന്നതിന് ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, 5 തരം ഇറാദ്, 5 തരം ഹജറുകളുണ്ട് ഖുർആൻ. ഹജറുൽ ഖുർആൻ അൻവാ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ്, ഖുർആൻ പഠിക്കുക, ഖുർആൻ ഓതുക, ഖുർആൻ കേൾക്കുന്നതിൽ നിന്ന്, അതുപോലെ തന്നെ ഖുർആനിനെ കൊണ്ട് ചികിത്സിക്കുക. ഖുർആൻ കൊണ്ട് ചികിത്സിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലെയല്ല, ഖുർആൻ റുഖിയാക്കുക, മന്ത്രം ഉണ്ടല്ലോ, ഖുർആനിൻ്റെ മന്ത്രങ്ങൾ എന്ത് ചെയ്യുക? ഉപയോഗിക്കാതിരിക്കുക. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, സൂറത്തുൽ ഫാത്തിഹ, ആയത്തുൽ കുർസി, ഇതൊക്കെ എന്താണ്? മന്ത്രമല്ലേ. ആ മന്ത്രം ഉപയോഗിക്കാതിരിക്കലും എന്തുതന്നെയാണ്? ഖുർആനെ അവഗണിക്കലാണ്. കാരണം അത് ഖുർആൻ ഷിഫാഉൽ ലിന്നാസാണ്. ഖുർആൻ കേവലം പാരായണത്തിലുള്ള എന്തുകൂടിയാണ്? ജനങ്ങൾക്ക് ഷിഫ കൂടിയാണ്. ആ ഖുർആനിൻ്റെ ഷിഫയാണ് എന്ന ഭാഗത്തെ ഒരാൾ നിഷേധിക്കുകയാണെങ്കിൽ അതും തന്നെയാണ് റുഖിയാശറിയ. അങ്ങനെ സമാധാനത്തില്ല അതൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. അതെന്താ ശരിക്ക്? അള്ളാഹിൻ്റെ ഖുർആൻ. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ഫാത്തിഹ ഓതി മന്ത്രിച്ചിട്ടില്ലേ? മന്ത്രിച്ചിട്ട് വിഷം ഇറങ്ങിയിട്ടില്ലേ? വിഷം തീണ്ടിയ ഗോത്രത്തലവന് നിങ്ങളിൽ റാഖിയുണ്ടോ, റുഖിയ നടത്തുന്നവനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞ റുഖിയ നടത്തുന്ന ആൾ അദ്ദേഹം ചെന്നിട്ട് ഫാത്തിഹ സൂറത്ത് ഓതി മന്ത്രിച്ചു, അദ്ദേഹത്തിന് വിഷം ഇറങ്ങി. അങ്ങനെ അതിൻ്റെ പ്രതിഫലമായ ഒരു ആടിനെ കൊടുത്തു. അപ്പോൾ ചില ആൾക്കാർക്ക് സംശയം, റുഖിയ നടത്തിയിട്ട് ആടിനെ വാങ്ങാൻ പറ്റുമോ? സഹാബത്ത് നബിൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞു, നബി ഇങ്ങനെ സംഭവം ഉണ്ടായി, ഒരു ആടിനെ നമ്മൾ തിന്നു, ചില ആൾക്കാരൊക്കെ തിന്നു, ഇനി ബാക്കിയുണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് നബി, ബാക്കിയുണ്ട് കൊണ്ടുവരുന്ന നബി പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇന്ന ഖത്മ അലൈഹി അജ്റൻ കിതാബുല്ലാഹ്, നിങ്ങൾ പ്രതിഫലം വാങ്ങുന്നത് ഏറ്റവും നല്ലത് അള്ളാഹുവിൻ്റെ ഖുർആൻ കൊണ്ടാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്ന് വെച്ചാൽ ഖുർആൻ ഓതിയിട്ട് അതിനിങ്ങനെ കൂലി നിശ്ചയിക്കലല്ല. ഇപ്പം നാട്ടിലുണ്ടെന്ന് വെച്ചാൽ മയ്യത്തിൻ്റെ അടുക്കൽ ഓതിയാൽ ഇത്ര യാസീനാണെങ്കിൽ ഇത്ര, ഖുൽഹുവല്ലാഹ് ഇത്ര, മറ്റാണെങ്കിൽ ഇത്ര, അത് പറ്റില്ല. അതേ സമയത്ത് ഒരാൾക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഖുർആൻ്റെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു, അയാൾ ചെന്നാൽ എന്തെങ്കിലും വാങ്ങാമെന്നല്ലാതെ ഷർത്ത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? ഖുർആൻ പഠിപ്പിക്കാൻ പാടില്ല. ഇതാണ് പറഞ്ഞത്. അത് ഏറ്റവും നല്ല പ്രതിഫലമായി. അതുകൊണ്ടാണ് ആ ഖുർആൻ ഓതി മന്ത്രിച്ചതിന് അവർ കൊടുത്ത പ്രതിഫലത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാണ്? സ്വീകരിച്ചു. സഹാബത്ത് സ്വീകരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ഒരിക്കലും തള്ളിക്കളഞ്ഞില്ല. അവർ എന്താ വെച്ചാൽ ഈ ഖുർആൻ്റെ റുഖിയുടെ ഭാഗം അവഗണിക്കൽ എന്താണ്? വമൻ അഅറദ അൻഹു, അതിൽ പെടുന്നവർ പണ്ഡിതന്മാർ. ഖുർആൻ ഓതാതിരിക്കുക, അയാൾ മുസ്ലിമാണോ എന്നുള്ളത് അറിയില്ല, ഒരു ഗോത്രത്തലവൻ എന്നുള്ളൂ, മുസ്ലിം അല്ല എന്നുള്ളതാണ് മനസ്സിലാക്കണം. അത് അല്ലാഹു അല്ലെങ്കിൽ ഒന്നുകൂടി നോക്കണേക്ക് മുസ്ലിമീങ്ങൾ, അതായത് മുസ്ലിം അല്ല എന്നുള്ളതിനാണ് മനസ്സിലാക്കുക. കാരണം അവർ അവിടെ എത്തിയിട്ട് ആതിഥേയത്വം ചോദിച്ചപ്പോൾ എന്ത് ചെയ്തു? കൊടുത്തിട്ടില്ല. അപ്പോൾ ശരിക്കും അവർക്ക് അവിടെ ഹക്കുണ്ട്. ഹക്ക് കൊടുക്കാതിരിക്കൂല, മുസ്ലിങ്ങളാകാതിരിക്കാനാണ് സാധ്യത. ആ മുസ്ലിങ്ങളായ ആൾക്ക് റുഖിയ നടത്താം ഖുർആൻ കൊണ്ട് അവർക്ക് ഇതിൽ വിശ്വാസം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അവർക്കും റുഖിയ നടത്തി കൊടുക്കാം. മനസ്സിലായില്ലേ? അതിനൊന്നും തെറ്റല്ല. അപ്പോൾ ഒമൻ അഅറദ അൻഹു, ഈ ഖുർആനിൽ നിന്ന് ആരെങ്കിലും പിന്തിരിഞ്ഞാൽ, അപ്പോൾ ഖുർആൻ്റെ അംറുകളും ഖുർആൻ്റെ നഹികളും ഖുർആനിൻ്റെ കൽപ്പനകളും ഒക്കെ ജീവിതത്തിൽ പാലിക്കാതെ ഫഇന്നഹു, നിശ്ചയമായും അവൻ യഹ്മിലു യൗമൽ ഖിയാമത്തി വിസ്റ,
ഖിയാമത്ത് നാളിൽ അവൻ വഹിക്കേണ്ടി വരും. എന്ത്? വിസർ എന്ന് പറഞ്ഞാൽ ഭാരം. എന്തിൻ്റെ ഭാരം? പാപത്തിൻ്റെ ഭാരം, കുറ്റത്തിൻ്റെ ഭാരം അവൻ വഹിക്കേണ്ടി വരും. അപ്പോൾ അവൻ്റെ തുലാസ് ഖിയാമത്ത് നാളിൽ കുറ്റത്തിൻ്റെ ഭാരമാണ്, കനം തൂങ്ങുക, ഭാഗമാണ് കനം തൂങ്ങുക. അപ്പം അതുകൊണ്ട് തന്നെ ഖുർആനിനെ അവഗണിക്കുക എന്നുള്ളത് വളരെ ഗുരുതരമായൊരു തെറ്റായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഖുർആനിലാണ് മുമ്പ് കഴിഞ്ഞു പോയ ആളുകളുടെ ചരിത്രമുള്ളത്, ദിക്റുള്ളത്, ആളുകൾക്കുള്ള ഉപദേശം, ആളുകൾക്കുള്ള മുന്നറിയിപ്പ് എല്ലാം വിശുദ്ധ ഖുർആനിലുണ്ട്. ആ ഖുർആനിൽ നിന്ന് അതിൻ്റെ അമ്പറുകളും നഹികളും പാലിക്കുന്നതിൽ ഒരു മനുഷ്യൻ പിന്തിരിഞ്ഞാൽ ഖിയാമത്ത് നാളിൽ അവന് കുറ്റം വഹിക്കേണ്ടി വരും. പക്ഷെ ദുനിയാവിൽ ഒരു പക്ഷെ എന്തുണ്ടാകാം? അങ്ങോട്ട് കൊണ്ടോ, ദുനിയാവിൽ ഒരു പക്ഷെ അവന് പ്രയാസം ഉണ്ടാവില്ല. അപ്പോൾ വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു മനുഷ്യൻ പിന്തിരിയുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ തിന്മയാണ്. ഖുർആൻ പഠിക്കുന്നതിൽ നിന്ന് അലംഭാവം കാണിക്കുക, ഖുർആൻ ഓതുന്നതിൽ അലംഭാവം കാണിക്കുക, ഖുർആനിൻ്റെ അഹ്കാമുകൾ മനസ്സിലാക്കുന്നതിൽ അലംഭാവം കാണിക്കുക. ഇപ്പം നമ്മളെ സമൂഹത്തെ സംബന്ധിച്ച് നിങ്ങൾ ആലോചിക്കുക, വിശുദ്ധ ഖുർആന് അതിൻ്റെ ഒരുപാട് പരിഭാഷകളുണ്ടാവും. പക്ഷേ ഈ സമസ്തക്കാരെ പള്ളിയിൽ പോയൊക്കെ നിങ്ങൾ ഏതെങ്കിലും ഖുർആൻ പരിഭാഷ ഉണ്ടോ? കാണില്ല. ഓല പരിഭാഷ നോക്കില്ല. കാരണം എന്താ അറിയോ? ആ പള്ളിക്ക് വരുന്ന ഒരാളെങ്കിലും ഖുർആൻ പരിഭാഷ മനസ്സിലാക്കി ഒന്ന് പള്ളിക്കൊന്ന് വായിച്ചാൽ പിന്നെ പള്ളിക്കൊരു മൂല്യർക്ക് സാധനം ഉണ്ടാവില്ല. കാരണം അള്ളാഹിൻ്റെ ഖുർആനിൽ ആദ്യം മുതൽ അവസാനം വരെ ഒരു മനുഷ്യൻ മനസ്സ് തുറന്ന് വായിച്ചാൽ അയാൾക്ക് പിന്നെ അള്ളല്ലാത്തൊരു പ്രാർത്ഥിക്കാൻ കഴിയോ? എത്ര നൂറുകണക്കിന് ആയിരക്കണക്കിന് ആയത്തുകൾ ഖുർആൻ. പണ്ഡിതന്മാർ ഖുർആൻ മുഴുവൻ തൗഹീദാന്ന് പറഞ്ഞു. അൽ ഖുർആൻ കുല്ലുഹു തൗഹീദ്. ഖുർആൻ്റെ മുഴുവൻ എന്തെന്നെയാണ്? തൗഹീദാണ്. ആ തൗഹീദ് എന്തുകൊണ്ടാണ് ആളുകൾക്ക് കിട്ടാത്തത്? ഇത് പഠിക്കാത്തതുകൊണ്ട് തന്നെ. അതുകൊണ്ടല്ല ഖുർആന് ഓതിയ കണ്ണു പൊട്ടും മറ്റു പൊട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഖുർആൻ പരിഭാഷ പാടില്ല എന്നൊക്കെ പറഞ്ഞതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. കാരണം ഖുർആനിൽ നിന്ന് ആളുകൾ അകറ്റിയാലേ എന്ത് ചെയ്യുള്ളൂ? നമ്മുടെ വലാലത്ത് ശിർക്കും ഖുറാഫത്തൊക്കെ ഉണ്ടാവും. ആ ഖുർആനിന് പകരം മാല കീലകാലകളൊക്കെ ആളുകൾ വെച്ചു കൊടുക്കുക. അപ്പോൾ ശരിക്കും വിശുദ്ധ ഖുർആൻ ഇപ്പോൾ അരീക്കോട് ഇത് വിദ്യാഭ്യാസപരമായി ഏറ്റവും മുമ്പന്തി നിൽക്കുന്ന സ്ഥലമാണല്ലോ മലപ്പുറം ജില്ലയിൽ, ഇന്ത്യയിൽ തന്നെ. അതിൻ്റെ ചാലകശക്തി അരൻബി അബ്ദുസ്സലാം മൗലവി റഹ്മഹുള്ളയാണ്. അദ്ദേഹം ചെയ്തെന്താ? ഖുർആൻ പഠിപ്പിക്കുകയാണ്. അവിടുത്തെ എല്ലാ ഡോക്ടർമാരും എൻജിനീയർമാരും 2 കൊല്ലം എന്ത് ചെയ്യണം? സുല്ലമിൽ പോകണം. അതവിടുത്തെ നിബന്ധനയാണ്. ഖുർആൻ ക്ലാസ് നടത്തിയ സ്ഥലമാണ്. മാത്രമല്ല അവിടുത്തെ എല്ലാ കുടുംബത്തിലുമുള്ള ഷർത്ത് എന്താ വെച്ചാൽ എത്ര +2 എത്ര റാങ്ക് കിട്ടിയോ, എത്ര A+ കിട്ടിയവനാണെങ്കിലും, അന്ന് A+ ഇല്ല, നമ്മുടെ കാലത്തൊന്നും A+ ഇല്ലല്ലോ. പിന്നെ ഈ ആത്മഹത്യ വന്നപ്പോഴല്ലേ S+ ഉണ്ടായത്. അന്നൊക്കെ 210ൻ്റെ കാലമാണ്. അത് എന്താ 600 മാർക്ക് കിട്ടിയവനും എന്ത് ചെയ്യണം? 2 കൊല്ലം സുല്ലമിൽ പഠിച്ചിട്ട് ഓന് വരാൻ പാടും. ബേസ് വേണം, ദീന് പഠിക്കണം. ഇതിപ്പോൾ എന്താ വെച്ചാൽ റിസൾട്ട് വരട്ടെ, ഒരു 4 A+ ഒക്കെ ആണെങ്കിൽ ജാമ്യത്തിൽ എന്തൊക്കെ ഫുൾ A+ ആണെങ്കിൽ പിന്നെ അവർക്കില്ല. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല വേണ്ടത്. ശരിക്ക് നല്ല ബുദ്ധിയുള്ളവരാണ് എന്ത് പഠിക്കേണ്ടത്? ദീൻ പഠിക്കേണ്ടത്. നല്ല ഷാർപ്പ് ബുദ്ധിയുള്ളവരാണ്. കാരണം ഇസ്ലാമിക ചരിത്രത്തിൽ ഓരെയാണ് ആവശ്യമുള്ളത്. അല്ല മന്ദബുദ്ധികൾ ദീൻ പഠിച്ചിട്ട് എന്താ ഉണ്ടാകുക? മനസ്സിലായില്ലേ? ഓനെ കൊണ്ട് ഫിത്തന ഉണ്ടാവുന്നല്ലാതെ. നിങ്ങൾ ആലോചിച്ച് ലോകത്തുള്ള എല്ലാ ഇമാമിയങ്ങളും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിൻ്റെ ബുദ്ധിൻ്റെ അടുത്തേക്ക് 4 അലത്തുനിന്ന് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ബുദ്ധി എത്തില്ല. ഐൻസ്റ്റീൻ്റെ ബുദ്ധിയാണ് ഏറ്റവും വലിയ ബുദ്ധി എന്നാണ് ഇപ്പോൾ ലോകം പറയുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യൻ്റെ ബുദ്ധിൻ്റെ 10,000-1 കൂടി ഉണ്ടല്ലോ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ബുദ്ധി. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി, ഇമാം ഷാഫി 7 വയസ്സായപ്പോൾ ഖുർആൻ ഹിഫ്ളാക്കി. ഒറ്റ 1-2 രാത്രി കൊണ്ട് ഹിഫ്ളാക്കി. അതാണ് ബുദ്ധി എന്ന് പറഞ്ഞത്. എല്ലാ പണ്ഡിതന്മാരും മഹാബുദ്ധിശാലികളാണ്. അങ്ങത്തോരാണ് ദീന് കൊണ്ട്, അങ്ങത്തോര് ദീൻ പഠിച്ചിട്ട് എന്തുള്ളൂ? കാര്യമുള്ളൂ. അല്ലാത്തവനെന്താ വെച്ചാൽ ബുദ്ധി ഇല്ലാത്തവന് ദീൻ പഠിച്ചാൽ അവനിങ്ങനെ മന്ദബുദ്ധിയായിട്ട് കിടക്കും. അതെ മാഷാ അല്ലാഹ്.
അപ്പം ഞാൻ പറഞ്ഞ വെച്ചാൽ ചുരുക്കി പറഞ്ഞെന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ ദീന് പഠിക്കുക അല്ലെങ്കിൽ ഖുർആനിൽ നിന്ന് ആളുകൾ പിന്തിരിഞ്ഞാൽ ആ സമുദായം എന്ത് ചെയ്യും? നശിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അപ്പം അള്ളാഹിൻ്റെ ഖുർആൻ്റെ കൂടെ പഠിക്കുക, ഖുർആൻ്റെ അതിൽപ്പെട്ട ഭാഗം ഇപ്പം നമ്മളെ ഖുർആൻ ക്ലാസ്സൊക്കെ അള്ളാഹിൻ്റെ ഖുർആൻ ഓതിയിട്ട് എന്ത് ചെയ്യുക? അതിന് ആൾ കിട്ടില്ല. തുടക്കത്തിലൊക്കെ നല്ല അതെല്ലായിടത്തുള്ള തന്നെയാണ്, ഭയങ്കര ആളായി കാരണം, മനസ്സിലായില്ലേ? അതിപ്പോൾ എന്താ വെച്ചാൽ ഈ പിന്നെ ബ്രോസ്റ്റിൻ്റെ കട ഉദ്ഘാടനം ചെയ്തില്ല, അന്ന് ഭയങ്കര തിരക്കിക്കാരല്ലോ. 2 ദിവസം കഴിഞ്ഞാലോ പിന്നെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ പൂട്ടി പോവുകയും ചെയ്യും. അതെല്ലായിടത്തുള്ളതാണ്. പ്രത്യേകിച്ചും ദീൻ്റെ വിഷയമാണെങ്കിൽ അള്ളാഹിൻ്റെ പിന്നെ ശത്രുവായ ശൈത്താൻ എന്ത് ചെയ്യും? ആളുകളങ്ങനെ അകറ്റിക്കൊണ്ടിരിക്കും. ഞാൻ ഇവിടുത്തെ കാര്യമില്ല കേട്ടോ, ഇവിടെ അങ്ങനെ തന്നെയാണ്, എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. അതിൽ നമുക്ക് പരാതിയില്ല. നമുക്ക് 2 ആളാണെങ്കിൽ നമ്മളെന്ത് ചെയ്യും? ക്ലാസ് കൊടുക്കും. കാരണം പിന്നെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സദസ്സിൽ ഒരാൾ മാത്രം ഇമാം ബുഖാരി ക്ലാസ് എടുത്തിട്ടുണ്ട്. അതാരറിയാം? ഇമാം മുസ്ലിം. എല്ലാവരും ഇമാം ബുഖാരിനെ ഒഴിവാക്കി പോയി. ഒരു പരീക്ഷണമാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി വന്നിട്ടില്ല, 10,000-കണക്കിന് മനുഷ്യന്മാർ ഇമാം ബുഖാരിൻ്റെ ക്ലാസ്സിൽ പങ്കെടുക്കും. അപ്പോൾ ഇമാം ദുഹ്ലി എന്ന് പറയുന്ന നൈസാബൂരിലെ ഒരു പണ്ഡിതൻ, അദ്ദേഹത്തിന് ചെറിയൊരു അസൂയ തോന്നി ഇമാം ബുഖാരിനോട്. അപ്പോൾ ഇമാം ബുഖാരി ഖുർആൻ മഖ്ലൂഖാണ് എന്ന് പറയുന്ന ആളാണെന്ന് പറഞ്ഞിട്ടൊരു പ്രസ്താവന അദ്ദേഹം നടത്തി. ഖുർആൻ മഖ്ലൂഖാന്ന് പറഞ്ഞാൽ മുഅ്തസിലിയല്ലേ? അള്ളാഹിൻ്റെ ഖുർആൻ മഖ്ലൂഖാന്ന് പറഞ്ഞാൽ പിന്നെ പിഴച്ച വാദക്കാരനല്ലേ? അങ്ങനെ ഇമാം ബുഖാരി പിഴച്ച ആളാണ് പറഞ്ഞ ആളുകൾക്കുള്ള പ്രചാരണം ഉണ്ടാക്കി. എല്ലാവരും ഇമാം ബുഖാരിൻ്റെ സദസ്സിൽ നിന്ന് ഒഴിവായി. ഒറ്റ ആൾ മാത്രം. ആരാ? ഇമാം ബുഖാരി ആരാ? ഇമാം മുസ്ലിം മാത്രം. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെ ഉണ്ടാവും. പ്രത്യേകിച്ചും പിന്നെ അപ്പം നമ്മളെന്താ വെച്ചാൽ നമ്മൾ പിന്നെ അതിൽ നിന്ന് പിന്തിരിയാതെ എന്ത് ചെയ്യുക? നോക്കുക. അതാണ് പറയാനുള്ളത്. അപ്പോൾ ഒമൻ അഅറള ഫഇന്നഹു യൗമൽ ഖിയാമത്തി യഹ്മിൽ യൗമൽ ഖിയാമത്തി വിസ്റ. പരലോകത്തോൻ ഏതായാലും അതിൻ്റെ ഭാരം പിന്നെ വഹിക്കേണ്ടി വരും. അപ്പോൾ അള്ളാഹിൻ്റെ ഖുർആൻ ഒഴിവാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഭാരം അവൻ വഹിക്കേണ്ടി വരും. മാത്രവുമല്ല, ആയത്തുകൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക, ഖാലിദീന ഫീഹി, അവനത് നിത്യ അവസ്ഥയിലായിരിക്കും. എന്ന് പറഞ്ഞാൽ ആ ഭാരം വഹിച്ച് ആ നിന്ദ്യത വഹിക്കുന്ന അവസ്ഥയിൽ അവൻ നിത്യമായ അവസ്ഥയിലായിരിക്കും അവനുണ്ടാവുക. മാത്രമല്ല വസഅലഹും യൗമൽ ഖിയാമത്ത് ഹിംല, ഖിയാമത്ത് നാളിൽ അവർ വഹിക്കുന്ന ആ ഭാരം എത്ര മോശമാണ്. അള്ളാഹിൻ്റെ ഖുർആൻ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളതൊക്കെ അത് മാത്രം പഠിക്കാൻ നേരമില്ല, അതിനെ സംബന്ധിച്ച് ചിന്തിക്കാൻ നേരമില്ല, അതിനെപ്പറ്റി ആലോചിക്കാൻ നേരമില്ല, അത് ഓതാൻ നേരമില്ല എങ്കിൽ വസഅലഹും, സാ എന്ന് പറഞ്ഞാൽ എന്താ? മോശമായ. സാഅത്ത് മസീറ എന്ന് കേട്ടില്ല, നരകത്തെ പറ്റി എത്ര മോശം. സഅലഹും, അവർക്ക് എത്ര മോശമാണ്. യൗമൽ ഖിയാമത്തി, ഇതൊക്കെ അള്ളാഹ് പറഞ്ഞ ഖിയാമത്തിനെക്കാട്ടോ. ദുനിയാവിൽ ചിലപ്പോൾ എന്തെങ്കിലും അവൻ ഭയങ്കര പോസ്റ്റിലൊക്കെ കാരം നടക്കണേ. പക്ഷെ ഖിയാമത്ത് നാളിൽ ഹിംല, ഹിംല എന്ന് പറഞ്ഞാൽ വിസ്റ പോലെ തന്നെയാണ്. ഹിംല എന്ന് പറഞ്ഞാൽ ഹംലെന്താ? ഹമല, വഹിച്ചു. ഹംല എന്ന് പറഞ്ഞാൽ ഗർഭം എന്നർത്ഥം. ഗർഭം വഹിക്കല്ലേ നമ്മൾ. അതാണ് ഹിംല. വസഅലഹും യൗമൽ ഖിയാമത്ത് ഹിംല, ഖിയാമത്ത് നാളിൽ അവർ വഹിക്കുന്ന ആ ഭാരം എത്ര മോശമാണ്. അപ്പം അള്ളാഹിൻ്റെ ഖുർആനിൽ നിന്ന് പിന്തിരിഞ്ഞ മനുഷ്യന്മാർക്ക് അള്ളാഹു കൊടുക്കുന്ന ആ ഭാരം വളരെ മോശമായ ഭാരമാണ് എന്നാണ് അള്ളാഹ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഖുർആൻ ശരിക്കും മനുഷ്യന്മാർക്ക് വേണ്ടി ഇറക്കിയതാണ്. മനുഷ്യന്മാർക്കുള്ളതാണല്ലോ, ജിന്നുകൾക്കുള്ള. ഇത് അള്ളാഹ് ഇറക്കിയിട്ട് അള്ളാഹ് പറഞ്ഞ കേൾക്കാതെ നടക്കുകയാണെങ്കിൽ അവന് ശിക്ഷ ഉറപ്പന്നല്ലേ. കാരണം അവൻ്റെ വെളിച്ചമാണ് വിശുദ്ധ ഖുർആൻ, നൂറാണ്, ഹുദയാണ്, പിന്നെ ദിക്റാണ്. അതൊക്കെ അള്ളാഹ് ഖുർആനെ പറ്റി പറഞ്ഞു. അപ്പം അത് ഇല്ലാതെ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, അതുകൊണ്ടാണ് സൂറത്ത് താഹിൻ്റെ ഇനി അവസാന ഭാഗത്ത് വരുന്നത്, ഒമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശത്തൻ ളൻക. താഹിൻ്റെ അവസാനത്ത് വരുന്നുണ്ട്. അവിടെ തന്നെ ദിക്ർ എന്നുള്ള ഉദ്ദേശം ഖുർആനാണ്. ആ ഖുർആനിൽ നിന്നൊരാൾ പിന്തിരിഞ്ഞ ഫഇന്ന ലഹു മഈശത്തൻ ളൻക, ലൻക എന്ന് പറഞ്ഞാൽ ഇടുങ്ങിയ കുടുസായ ജീവിതം ഉണ്ടാവും. വനഹ്ശറുഹു യൗമൽ ഖിയാമത്തി അമ, ഖിയാമത്ത് നാൾ അവൻ അന്ധനായിട്ട് അവൻ ജീവിപ്പിക്കുക. അപ്പോൾ അവൻ ചോദിക്കും, ഖാല ലിമ ഹശർതനി അമ, പഠിച്ചോനെ എന്തിനാണ് നീ എന്നെ അന്ധനായിട്ട് നിയോഗിച്ചത്? വഖദ് കുന്തു ബസീറ, ഞാൻ നല്ല കാഴ്ചയുള്ള ആളാണെന്ന്. അപ്പോൾ അള്ളാഹ് പറഞ്ഞ കദാലിക കതത്ക ആയാതുന ഫനസീതഹ ഫകദാലിക അൽയൗമ തുൻസ, എൻ്റെ ആയത്തുകൾക്ക് വന്നില്ലേ, അതൊക്കെ മറന്നു കളഞ്ഞില്ലേ, ഇന്ന് നീയും മറക്കപ്പെടും.
അപ്പം അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ഖുർആൻ ഒരു പിന്നെ ദീനൊരു കാര്യം പറഞ്ഞാൽ അവിടെ നിൽക്കുക, ഖുർആൻ പഠിക്കാൻ താല്പര്യം കാണിക്കുക, ഖുർആൻ ഓതാൻ സമയം കണ്ടെത്തുക, ഖുർആനെ സംബന്ധിച്ച് ചിന്തിക്കാനും മനസ്സിലാക്കാനൊക്കെ നമ്മളെന്ത് ചെയ്യുക, പിന്നെ സമയം കണ്ടെത്തുക. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ അർത്ഥസഹിതം നമ്മളൊന്ന് വായിക്കണം. അത് നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഒരു തവണയെങ്കിലും, ഏറ്റവും ചുരുങ്ങിയ നമ്പർ. റമദാൻ നമുക്ക് കഴിയും, അല്ലാത്ത സമയത്തും ഒരു 2 പേജ് ഒരു ദിവസം അർത്ഥസഹിതം വായിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കുക. കാരണം ഖുർആനിൻ്റെ അർത്ഥങ്ങൾ ശരിക്കും ഇരുന്ന് വായിച്ച് ചിന്തിച്ചാൽ വളരെ ആഴത്തിൽ ഉള്ള ഒരുപാട് വിജ്ഞാനങ്ങൾ നമുക്ക് ഖുർആനിൽ നിന്ന് കിട്ടും. കാരണം ഖുർആൻ എന്ന് പറഞ്ഞാൽ അറ്റമില്ലാത്ത സമുദ്രമാണ്. പണ്ഡിതന്മാർ എത്ര നൂറുകണക്കിന് 10,000-കണക്കിന് തഫ്സീർ എഴുതി. ഇങ്ങോട്ടും ഖുർആൻ്റെ ഇനിയും തഫ്സീർ ചെയ്താ ഇനിയും ഖുർആൻ്റെ ആശയത്തിൻ്റെ ഉള്ളിലേക്കൊന്നും ആരും എത്തിയിട്ടില്ല. ഓരോ ആയത്തുകൾക്കും പുതിയ പിന്നെ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹിയുടെ തഫ്സീർ അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ്. അദ്ദേഹം ഓരോ ആയത്തു നിന്നും, ഓരോ ഹർഫിൽ നിന്നും, ഓരോ അക്ഷരത്തു നിന്നും, ഖുർആൻ്റെ ഒരു അക്ഷരത്തു നിന്നും പുതിയ പിന്നെ ആശയങ്ങൾ അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ തഫ്സീർ മാഷാ അല്ലാഹ്. അപ്പം അത് അത്രയും ഇൽമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ ഖുർആൻ്റെ ആയത്തിലേക്ക് പോകാൻ കഴിയും. അപ്പം അതുകൊണ്ട് വിശുദ്ധ ഖുർആനുമായിട്ടുള്ള ബന്ധം നമുക്ക് ദൃഢമാകണം. ഇല്ലെങ്കിൽ പരലോകത്തതിൻ്റെ ശിക്ഷ എന്ത് ചെയ്യേണ്ടി വരും, അനുഭവിക്കേണ്ടി വരും. മനസ്സിലായില്ലേ? അതാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അള്ളാഹു നമ്മെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ്റെ അഹ്ലുകാരായി അള്ളാഹു നമ്മെ മാറ്റി തീർക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെ വന്നു പറ്റുന്ന തെറ്റുകുറ്റങ്ങളും അള്ളാഹു സുബ്ഹാനഹു നമുക്കെല്ലാം പുറത്തു നൽകുമാറാവട്ടെ. ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇൽ മുസ്ലിമീൻ ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുബ്ഹാനക്കല്ലാഹി വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക.